പൈസ എത്രയായാലും ഞാൻ വാങ്ങിച്ചേരാ ബേബി. എന്റെ അച്ഛൻ ഭയങ്കര റിച്ച് ആണെന്ന് എനിക്കറിയാലോ. അച്ഛൻ എന്താ ജോലി? അത് ക്ലിയർ ആയിട്ട് അറിയില്ല, പക്ഷെ എന്തോ ലക്ഷങ്ങളുടെ ബിസിനസ് ആണ്. മക്കളെ ഇങ്ങനെ വീട്ടിലും വന്ന ആരാ ബേബി ഇത്? അതിന്റെ വകയിലുള്ള ഒരു അമ്മാവന. വാ തുറന്ന ചളിയെ പറയുള്ളൂ, തെണ്ടി. കൊറേ ഓങ്ങി വെച്ചേക്ക്, ഇന്ന് അയാൾക്ക് ഒരെണ്ണം കൊടുക്കണം. തിരക്കിലാണോ? അല്ല, ആരാ? എന്നെ മനസ്സിലായില്ലയോ? ഞാൻ ഇവിടുത്തെ ജില്ലാ കളക്ടർ. എന്താ നാളെ ഇന്നലെ ഇത്രയും മഴ പെയ്തിരുന്ന ലീവ് തന്നില്ല? മക്കളെ ഞാനൊരു തമാശ പറഞ്ഞതാണ്, ഞാൻ നിന്റെ അമ്മാവനാ. അതെയോ? സോറി അമ്മാവ, മനസ്സിലായില്ല, പറയൂ. ഒന്നുമില്ല. അതെ അതായത് നന്നായി മോനെ, അങ്ങേർക്കിട്ട് കൊടുക്കണം എന്ന് വെച്ചിരിക്കുന്നു ഞാൻ. അച്ഛൻ നല്ല പ്രോത്സാഹനമാണല്ലോ. അച്ഛൻ അങ്ങനെ മോനെ, നല്ലത് കണ്ട കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും, അത് അച്ഛന്റെ ശീലം. കയ്യടിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഓർത്തെ. അച്ഛൻ നല്ല ഞാൻ ട്രെയിനിൽ വരുമ്പോഴേ ഒരു ട്രാൻസ്ഫോമർ ചേച്ചിന്റെ കൈകൊട്ടി പൈസ ചോദിച്ചു. ഞാൻ എന്റെ ഉണ്ടായിരുന്ന ഒരു കീറിയ 200 നോട്ട് മടക്കി കൊടുത്തു. പുള്ളിക്കാരി വാങ്ങിട്ട് പോയി മണ്ടി, പക്ഷെ അതെവിടെ എടുക്കത്തില്ല. ആര് പറഞ്ഞു? നിന്റെ ആ പൈസ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് നീ തന്ന പോലെ തന്നെ മടക്കി കൊടുത്തു. അവരെടുത്തല്ലോ. അതെയോ? എന്ത് രസമല്ലടാ കാണാൻ. ആദ്യം വന്നിട്ട് അവൾ ഇങ്ങനെ മേക്കപ്പ് ഇടാതെ അഴുക്കൊടുപ്പിട്ടിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ അവൾ കൈയിട്ട് ഒരു വീശുമ്പോൾ അവൾ ഡ്രസ്സ് മാറിയിരിക്കും. ഇതെല്ലാം എല്ലാത്തിനും കാണിക്കുന്നത്. നമ്മളിപ്പോ പെണ്ണ് വിഷയത്തിൽ ഭയങ്കര ആക്രാന്തമാണെന്നോ, നമ്മൾ അതിൽ നിന്നൊന്ന് കുറയണം. ഇത് എന്റെ അക്കൗണ്ട് അല്ല, നിന്റെ അക്കൗണ്ടാണ്. അത് തന്നെ പറഞ്ഞ ഞാനും നീയും. എന്തോന്നാ നീക്ക് സ്ക്രിപ്റ്റ് കാണിച്ചു വെച്ചേക്കുന്നത്? അതിപ്പോ സാറിന് ഇഷ്ടപ്പെട്ടാ പോലെ. എനിക്ക് ഇഷ്ടപ്പെട്ടാലേ സാർ ഈ സിനിമ ചെയ്യൂ. സാറ് പറഞ്ഞ ഇന്നൊന്നാ കാണാൻ പറ്റുമോ? നിനക്കൊന്നും എന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടത്തില്ല, അപ്പോഴാണ് ഇനി സാറിന്റെ അപ്പോയിന്റ്മെന്റ്. എവന്റെ അപ്പോയിന്റ്മെന്റ് ഇട്ടിട്ട് പഞ്ചായത്തിൽ നിന്ന് വാഴത്ത കിട്ടും. 18 പാട്ടെന്ന് പറയുമ്പോ 1.5 മണിക്കൂറായി. ഈ പാട്ടൊക്കെ നമുക്ക് ഇന്റർവെല്ലിന് 2 ഇട്ട് കൊടുക്കും. അതാകുമ്പോ തിയേറ്റർ ഇന്റർവെല്ലിന് വെറുതെ ഇരിക്കായിരിക്കില്ല ആളുകൾ. നിങ്ങൾ സിനിമ എങ്ങനെ കാണുന്നത്? ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നത്. ഇവൻ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്തത്. അത് കാണികളെ എൻഗേജ് ചെയ്യിക്കണം, എന്റർടൈൻ ചെയ്യിക്കണം. ആട്ടത്തില് സാറിന്റെ അഭിനയം കണ്ടിട്ട് ഞാൻ തൊഴുതുപോയി. അതെ, ഒരു സൗണ്ട് കേട്ടായിരുന്നോ? ആയിരുന്നല്ലേ പറഞ്ഞേ? നാളെ വന്നാ സർപ്രൈസ് ആവില്ലല്ലോ. വാ അകത്തോട്ട് വാ. ഏട്ടാ, ഇതെന്റെ കോളേജ് ജിത്തു. ഇതൊരു അവക്ക് മാത്രമേ ഉള്ളൂ ഈ ഒപ്പനയൊക്കെ. നീ വന്നേ. നമുക്ക് ഹണിക്കൊക്കെ ഉണ്ടാക്കാം. ഓ, ഇറങ്ങി കഴിഞ്ഞാണോ ഹള്ളി? ആരായിട്ട് ഒരു ഷർട്ടും പാൻറ് ഏട്ടത്തിലൂടെ പോയല്ലേ? ഇത് മാധവേട്ടൻ അനിയനാ. എടാ, 2 പേർ പാല് ഒഴിച്ചിട്ടാണോ? ഈ പഞ്ചായത്തിൽ നിന്ന് പാല് വന്നിട്ടില്ല, വന്നെല്ലാം പിരിഞ്ഞു പോയി. എന്താ നീ നമ്മുടെ പശുവിന്റെ പാല് ഇറക്കും? എനിക്കിപ്പോ പശുവിന്റെ അകടി പിടിക്കാൻ ഒരു മൂടില്ല. ചേട്ടാ, എന്തു ചെയ്യുന്ന? ജിത്തുവിന് ഇതൊക്കെ ഇഷ്ടമാന്നേ ഇല്ലടാ. മോള് പൊക്കോ, ജിത്തുവിനെ ചേട്ടൻ നോക്കണം. മതി മതി, നീ കഴിവ്. ചേട്ടാ, കുറച്ച് കാശ് വേണമായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇവനായിട്ട് അല്ല, എന്താ ബിസിനസ് ചേട്ടാ? അതായത് നമ്മുടെ ചിന്നക്കട ചന്തയെന്ന് മലക്കറി ഹോൾസെയിലിന് വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയി പൊള്ളാച്ചിക്ക് വെക്കും. വാ, സൂപ്പർ, ഉറപ്പായിട്ട് രക്ഷപ്പെട്ടു. വിൽക്കുമ്പോ ആദ്യം ഇത് തന്നെ വിൽക്കണേ. ഇനി നിന്റെ ഒക്കെ മലക്കറി ഇട്ടിട്ട് വേണം പൊള്ളാച്ചിക്കാർക്ക് സാമ്പാർ വെച്ച് തിന്നാൻ. എടാ, അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ നിനക്ക് എന്തായാലും കുറവ് വരുത്തിയിട്ടുണ്ടോ? പോട്ടെ, നീ വീട്ടിൽ എന്തായാലും ചെലവിന് കൊണ്ടുവന്നിട്ടുണ്ടോ? ചെലവ് തരുന്നില്ലെങ്കിലും ചെലവിന് കുറവൊന്നുമില്ലല്ലോ ഏട്ടാ. നീ എന്നീ പൊള്ളാച്ചിയായിട്ടുള്ള ബന്ധം വിടുന്നു, അന്ന് നീ രക്ഷപ്പെടും. ചമ്മിയെ ഞാൻ കിട്ടിയതിന്റെ അന്നേ ചമ്മിയായിരുന്നു. എനിക്കിത് അങ്ങനെ എന്തിനാ തന്നേന്ന് ഇപ്പോഴും അറിഞ്ഞൂടാ. ഞാനും പൊള്ളാച്ചി വരെ പോന്നല്ലേ, ഇട്ടോണ്ട് പോ. നമുക്ക് ഈ ഡിസൈൻ്റെ ഒരു 10 പീസ് അടിച്ചിട്ടേ പൊള്ളാച്ചി കൊണ്ട് വിറ്റാലേ?
അവള് നിന്നെ തേച്ചെന്നുള്ള ക്രെഡിറ്റ് എടുക്കാന് അവക്ക് ആലോചനയെങ്കിൽ നാളെ നിനക്ക് കല്യാണം വിളിച്ചു പറയടാ. വിളിക്കവളെ, വിളി. എടി ശങ്കരന്റെ മോളെ, നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായടി. നിന്റെ കല്യാണാലോചന ഫണ്ണി അങ്ങ്. നിന്നെ ഞാൻ തേച്ച് വെക്കടി ഫോൺ. അവളുടെ ഒരു തിളപ്പ് ക്രെഡിറ്റ് എനിക്ക് വേണം, ഒരിക്കലും പറയണം. ഡാ നിന്നെയൊക്കെ വല്ലവന്മാരും തേച്ചിന്റെ ചിലപ്പോ എന്റെ അടുത്ത് തീർക്കല്ലേ. ഇങ്ങനൊക്കെ തന്നെ എല്ലാത്തിന്റെയും തുടക്കം. ഇതൊരു ഹിന്റാണ്. ഹിന്ദു ആദ്യം അവര് കല്യാണാലോചന വന്നെന്നും പറഞ്ഞ് തളർത്തും. പിന്നെ പറയും ഇവളെ ഫോട്ടോ കണ്ടപ്പോഴേ ചെറുക്കം കൂട്ടൊരു ഫ്ലാറ്റ്. പിന്നെ ചെക്കന് സർക്കാർ ഉദ്യോഗാണത്രേ, കുടുംബം സുരക്ഷിതം. പിന്നെ ഒരു അടാറായിട്ടും ഉണ്ട്. എനിക്ക് പറ്റുന്നില്ല. അവിടെ എന്റെ എന്താടാ മുഖത്തൊരു കുണ്ടിതഭാവം? അവളുടെ വീട്ടിൽ ആലോചനകളൊന്നും തുടങ്ങി. ഒരു തേപ്പിനുള്ള കോളല്ലേ അത്? ഡാടാ അവക്ക് എന്നെ മതി. അവക്കൊക്കെ എന്തേലും മതി. ഡാടാ നിന്നെയൊക്കെ വല്ലവന്മാരും തേച്ചിന്റെ ചിലപ്പോ എന്റെ അടുത്ത് തീർക്കല്ലേ. ഇങ്ങനൊക്കെ തന്നെ എല്ലാത്തിന്റെയും തുടക്കമായെന്ന്. അതെ, വെള്ളം അടിച്ചിട്ട് വെറുതെ പെണ്ണുങ്ങളെ പറ്റി വേണ്ടാതിനും പറയല്ലേ. അയ്യോ, പ്രേമമായ ഒന്നെങ്കിൽ ആണ് പറ്റിക്കും അല്ലെങ്കിൽ പെണ്ണ് പറ്റിക്കും. അതൊരു നാട്ടുകടപ്പാ, അല്ലാതെ പെണ്ണുങ്ങൾ കുറ്റം ഇതുവരെ എത്ര രൂപ പ്രേമാമ്മ കുറച്ചൊക്കെ പൊട്ടുമല്ലോ. പൊട്ടും. ഈ പൊട്ട ഇപ്പോഴും ഐഫോൺ DMA അടച്ചോണ്ടിരിക്കുക. അവക്ക് വാങ്ങിച്ചു കൊടുത്ത ഇപ്പൊ പെണ്ണുമില്ല, ഐഫോണും ഇല്ല. എന്റെ അവള് 2000 രൂപയുടെ മേക്കപ്പ് സെറ്റ് ഇടത്തോളം വാങ്ങിച്ചു കൊടുത്ത ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമ്മളൊരു പടച്ചോടെ പേരിലെ ചെറുക്കനാണ്. നമ്മൾ പള്ളിക്ക് ബിസ്ക്കറ്റ് കാണി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. റെസ്റ്റോറന്റിന്റെ വലിപ്പം കണ്ട് കയറി. ഫുഡൊന്നും 5 പൈസക്കില്ല. ബില്ല് കണ്ട് വല്ല ഫാർമസിത്തെ മരുന്ന് ബില്ലോ. നല്ല രസം നൈക്കുടി വണ്ടി ഓട്ടം. ഇത് കാതല്ലൂരിലെ ഒരു ഫ്രൂട്ട്സ് ഫാമാണ്. ആപ്പിൾ, ഓറഞ്ച്, സ്ട്രോബെറി എല്ലാം പറയും. സംഭവം നല്ല രസമൊക്കെ നൈക്കുടി നടക്കുക. അതിന് നിങ്ങൾ പിന്നെ രാവിലെ തന്നെ ഭയങ്കര റൊമാൻസ്. ഓരോ റൊമാൻസാണ് ഈ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കും. ഇനി റൊമാൻറ്റിക്കാവാൻ നിന്ന വണ്ടിയിൽ സ്ഥലമല്ല. ഞങ്ങൾ രണ്ടാൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞങ്ങളിപ്പോ വിത്തൗട്ട് ഓറഞ്ച് ജ്യൂസുകൾ കുടിക്കും. എന്റെ ചുക്കാമണിക്ക് ഒരു ചെറിയ തകരാറുണ്ടോ ബസ് കയറിയാ മൂത്രയിച്ചാ മുട്ട. അതുകൊണ്ട് മൂത്രയിച്ചിനെ പോലെ അഭിനയിക്കാണ്. എനിക്ക് ക്യാമറ ഓഫ് ആക്കിയിട്ട് ശരിക്കും മൂത്രയിച്ചില്ല. നിങ്ങൾ ചുക്കാമണി കാണൂലേ. ചാറ്റിങ് കൊടുത്തുകൊണ്ട് നമ്മളെ കാണാൻ ബസ്സിൽ കയറിപ്പോയി. ബസ്സിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളാണ് കടന്നു. രാവിലെ ഒരു 6 മണിക്ക് ആയപ്പോഴത്തേക്ക് നമ്മൾ ബാംഗ്ലൂർ വന്നു. മെട്രോയിൽ സെക്യൂരിറ്റിനെ ചെക്ക് ചെയ്താ എന്റെ ചുക്കാമണിന്റെ അവിടെ എന്തോ ഒരു സൗണ്ട്. സെക്യൂരിറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ, അതൊരു AK-47 തന്നെയാണ്. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ ശല്യം. ഏക്കത്തില്ലെന്ന് തോന്നുന്നില്ല അച്ഛാ. നാട്ടിലിറങ്ങിയ കാട്ടുപോത്തിന്റെ പടവും ഉണ്ടല്ലോ. കുറച്ചുകൂടെ ഒന്ന് പൊക്കിക്കേ. കറക്റ്റ്, ഇത് കാട്ടുപോത്തല്ല, കാട്ടുപന്നി. ഈ പ്രപഞ്ച പേപ്പട്ടി അടിച്ച് കയറിയ ഇതെന്തേടാ ഉടുപ്പ് 2 കൊടുത്താ. വത്തല കൊണ്ട് ബസ് സ്റ്റാൻഡ് എത്തിക്കണം. നാട്ടുകാരൊക്കെ നോക്കണ്ടേ ഏതായി നയിച്ചു. ഓൽക്കറിയില്ലല്ലോ ഞാൻ സെലീന താത്താന്റെ ഫ്രണ്ടാണ്. അവിടുന്ന് നമ്മൾ കൊടൈക്കനാലേക്ക് ബസ് കയറി. ഇതാണ് അതിന്റെ അവസ്ഥ. ഈ ചങ്ങായി വെള്ളടിച്ചിങ്ങാണ്ട് ബാഹുബലിയിലെ ഡയലോഗൊക്കെ തെറ്റാതെ പറയുന്നു. തമിഴ്നാട്ടിലെ കാക്കാരൊക്കെ ഭയങ്കര റൊമാൻറ്റിക്കാ. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ കാക്കാര് റൊമാൻറ്റിക്കാ. 12 മണിക്ക് ശേഷം കമാൻഡോ കാർലോ അവിടെ അടിച്ചത് മതി. മോളിപ്പോ വൈറ്റ് വാഷ് അടിച്ചേ. ശരി റാംബോ. അല്ല റാംബോ, ഈ വൈറ്റ് വാഷ് എന്ന് പറയുമ്പോ ഏത് കളറാണ്? തെറി വിളിക്കരുത്, മഞ്ഞയായിരിക്കും. നിങ്ങളതെങ്ങനെ ഡൗൺലോഡ് ചെയ്തേ? എടാ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ BGMI എന്ന് സെർച്ച് ചെയ്താണ്. എടാ പൗഡർ ഇട്ടാ? പൗഡർ ഇട്ടാ ഞാൻ എന്തൊരു കല്യാണത്തിന് പോകണം. എല്ലാവരെയും ഞാൻ തന്നെ ഗൈസ്, അടുത്ത കളി ചിക്കൻ ഡിന്നർ ആയല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.